ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ ഇന്നും തുടരും. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ജനകീയ തെരച്ചിൽ. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആദ്യം സ്വാലിഹാണ് ചേരുന്നത്. പുഞ്ചിരിമറ്റത്താണ് സ്വാലിഹ് ഉള്ളത്. സ്വാലിഹിലേക്ക് പോകാം. അതിനു മുമ്പ് സനോജ് ഇപ്പോൾ ചേരുന്നു. സനോജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ജനകീയ തെരച്ചിൽ വീണ്ടും നടക്കാൻ പോവുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് അത് ഉണ്ടായിരുന്നില്ല. ഇത് ജനകീയ തെരച്ചിലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാവിലെ മുതൽ തന്നെ അതിന്റെ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും പ്രിയ, ഇന്ന് രാവിലെ വീണ്ടും ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുകയാണ്. വെള്ളിയാഴ്ച ജനകീയ തെരച്ചിൽ നടന്നിരുന്നു. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരുന്നു ആ ദിവസം തെരച്ചിൽ നടന്നത്. അന്ന് തദ്ദേശീയരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിലിൽ നിരവധി ഇടങ്ങളിൽ പരിശോധന നടത്താൻ കഴിഞ്ഞു. കാരണം തദ്ദേശീയരായിട്ടുള്ള ആളുകൾ അവർക്ക് സംശയങ്ങൾ പറയുന്ന ഇടങ്ങളിലെല്ലാം പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഈ പ്രദേശങ്ങളിലൊന്നും കാര്യമായ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നും സമാനമായ രീതിയിൽ 12 ദിവസങ്ങൾ പിന്നിടുകയാണ് ഈ ദുരന്തമുണ്ടായതിനു ശേഷം. അപ്പോൾ സ്വാഭാവികമായും ഇനിയും കണ്ടെത്തുന്ന മനുഷ്യ ശരീരങ്ങൾ ജീർണാവസ്ഥയിൽ തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ച 3 മൃതദേഹങ്ങൾ സമാനമായ സാഹചര്യമായിരുന്നു. ആളെ തിരിച്ചറിയാൻ കഴിയത്തില്ലാത്ത വിധത്തിലാണ് മണ്ണിൽ പുതച്ചു കിടന്ന മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്താണ്. പുഞ്ചിരിമട്ടത്ത് ഇപ്പോൾ ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല. നമ്മൾ മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. എന്തായാലും ഇന്നത്തെ തെരച്ചിലിലും ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുമ്പോൾ പരമാവധി ഇടങ്ങളിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ തെരച്ചിലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം സുരക്ഷാ സേനയുടെ, ഫയർഫോഴ്സിൻ്റെയും വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ആളുകൾ ഈ തെരച്ചിലിന് നേതൃത്വം നൽകും. പരിശീലനം സിദ്ധിച്ച കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ട് മേഖലയിൽ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഇത്തരത്തിൽ തെരച്ചിൽ വ്യാപകമാക്കുക. ഏകദേശം 8 മണിയോടുകൂടി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുഞ്ചിരിമട്ടം എന്ന് പറയപ്പെടുന്നത് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. ഈ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തം ആദ്യം നേരിട്ട ജനങ്ങൾ താമസിച്ചിരുന്ന ഇടമാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ഈ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ വന്നു നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നിരവധി വീടുകളുണ്ടായിരുന്ന ജനവാസ മേഖലയായിരുന്നു. വീടുകളുണ്ടായിരുന്നു, റോഡുകളുണ്ടായിരുന്നു, അങ്ങനെ പലവിധ മനുഷ്യ സഹജമായ അടയാളങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരം അടയാളങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അങ്ങനെ ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളുടെ ഒരു അംശം പോലും ശേഷിപ്പിക്കാതെയാണ് ഉരുൾ എല്ലാം എടുത്തുകൊണ്ട് പോയത്. നിലവിൽ 133 ആളുകളെയാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ DNA പരിശോധനാ ഫലങ്ങൾ കൂടി വന്നതിന് ശേഷം ഈ കാണാതായ ആളുകളുടെ DNAയുമായി സാമ്യമുണ്ടെങ്കിൽ അവരെ മരണപ്പെട്ട ആളുകളുടെ ലിസ്റ്റുകളിലേക്ക് മാറ്റും. ഏകദേശം 90-95% കരട് പട്ടിക പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് നൽകുന്ന വിവരം. ഈ പട്ടിക പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി 133 വരെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ എത്ര മനോഹരമായ ഒരിടമായിരുന്നു ഈ പുഞ്ചിരിമട്ടം എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ ഹോം സ്റ്റേകളുണ്ട്. കാരണം ഇവിടുത്തെ പ്രഭാതം എന്ന് പറയപ്പെടുന്നത് ഇപ്പം ഒരു ശ്മശാനമുഖമായ അന്തരീക്ഷമാണെങ്കിൽ പോലും ഈ ദുരന്തമുണ്ടാവുന്നതിന് മുമ്പ് ഈ മേഖല വളരെ മനോഹരമായ ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹോം സ്റ്റേകളിലൊക്കെ വന്ന് ആളുകൾ താമസിക്കുകയും ഇവിടുത്തെ പ്രഭാതത്തിൻ്റെ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് മടങ്ങുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസം മേഖലയായി ഈ ഭാഗം വളർന്നു കൊണ്ടുവരുന്നതിനിടയിലാണ് ഈ ദുരന്തം ഈ നാടിനെ കണ്ണീരിലാഴ്ത്തി കടന്നു പോയത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പ്രത്യേകിച്ച് ഈ മേഖലയിലെ ജനങ്ങൾ എന്ന് പറയപ്പെടുന്നത് കൊളുന്തുന്നുള്ളി ജീവിതം കരുപ്പിടിപ്പിച്ച ഒരു തലമുറകളായിരുന്നു ഇന്നലകളിൽ ഇവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ജീവിതം വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പിച്ച വെച്ച് തുടങ്ങുന്ന നാളിലാണ് ഈ നാടിനെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഈ മഹാദുരന്തം ഈ നാടിനെ വിഴുങ്ങി കടന്നു പോയത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇവിടെ മനുഷ്യൻ
അധിവസിച്ചിരുന്ന ഈ പ്രദേശത്ത് ആരുമില്ല എന്ന് പറയുമ്പോൾ ഇവിടേക്ക് ആളുകൾ ഇപ്പോൾ വരാൻ മടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇവിടെ താമസിച്ച് പോയവർ കാണാതായി പോയവർ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ജനകീയ തെരച്ചിൽ ആരംഭിക്കുക. നമ്മൾ അല്പസമയത്തിനകം ഇവിടെ ജനകീയ തെരച്ചിൽ ആരംഭിക്കും. രാവിലെ മുതൽ തന്നെ ഇവിടുത്തെ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. നമ്മുടെ ടീമുകൾ പ്രത്യേകിച്ച് അനൂപ് മുണ്ടക്കയിലുണ്ട്, ചൂരൽമലയിൽ സ്വാലിഹുണ്ട്. അങ്ങനെ ഓരോ മേഖലകൾ തിരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ അപ്പോഴുണ്ടാകുന്ന വിവരങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എത്തിക്കാൻ നമ്മുടെ പ്രതിനിധികൾ ഈ മേഖലയെല്ലാം തന്നെ ഉണ്ട്. പുഞ്ചിരിമട്ടത്താണ് ഞാനുള്ളത്. അവിടേക്ക് ഇപ്പോൾ തെരച്ചിലിൻ്റെ ഭാഗമായി നമ്മുടെ ക്യാമറമാൻ ജയേഷാണ് ഇവിടെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടേക്ക് ആളുകൾ, ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 8 മണിയോടുകൂടി ഈ ജനകീയ തെരച്ചിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ, സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ തെരച്ചിൽ ആരംഭിക്കും. പ്രിയ.